ഹായ് ഹലോ, വിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വീണ്ടും കാണുമോ എന്നൊരു ടോപ്പിക്കിലാണ്. 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ട് തോന്നുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കല്ലുകളെ അടിസ്ഥാനമാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാർഡുകളെ ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആകർഷിക്കുന്നത് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് കാർഡ് അത് ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു ആത്മപരിശോധനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഒരു സമയം എന്ന് പറയില്ലേ. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിശബ്ദമായിരിക്കാം, ഓക്കെ, പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു അകലം നിങ്ങളെ 2 പേരെയും കൂടുതൽ പക്വതയുള്ളവരാക്കും എന്ന് പറയുന്നുണ്ട്. കാണാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷേ അത് വളരെ പെട്ടെന്നാകില്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ളൊരു വശങ്ങൾ പറയുമ്പോൾ ആശയവിനിമയത്തിൽ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയായിട്ടുള്ള ആശയവിനിമയത്തിൽ വലിയൊരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈഗോ കാരണം ആരും ആദ്യം സംസാരിക്കാൻ തയ്യാറായെന്ന് വരില്ല, അത്രയൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അമിതമായിട്ടുള്ളൊരു ചിന്ത നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടാകാം എന്നാണ് പറയുന്നത്. കാണുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ എന്നാണ് ആൻസർ. പക്ഷേ അതിന് എന്താ പറയുക, കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ധൃതി കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിനൊരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കണ്ടെത്തിയാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തനിയെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ അവർ കാണുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ അതിനൊരു സമയമുണ്ട്, വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്കാണെങ്കിൽ 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്ദേശവും കാര്യങ്ങൾ പറയുമ്പോൾ വൈകാരികമായിട്ടുള്ളൊരു പൂർണ്ണത, സന്തോഷകരമായിട്ടുള്ളൊരു ഒത്തുചേരൽ, അതൊക്കെയാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ടാരറ്റിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡുകളിലൊന്നാണത്. കാരണം അവരെ കാണുക എന്നത് മാത്രമല്ല, ആ ഒരു കൂടിക്കാഴ്ച ഒരു പുതിയ തുടക്കത്തിനോ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ശക്തമാക്കാനോ കാരണമാകുമെന്നാണ് പറയുന്നത്. കാരണം കുടുംബത്തിൻ്റെയോ സുഹൃത്തുക്കളുടെയോ ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു ഇതാണ് കാർഡുകൾ പറയുന്നത്. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കാർഡിന് നെഗറ്റീവ് വശങ്ങൾ കുറവാണ്, എങ്കിലും ഭൂതകാലത്തിലെ അതിലെ പാസ്റ്റ് ട്രോമാസ് ഓർത്ത് ഇപ്പോഴത്തെ സന്തോഷം കളയാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. കാണുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് കാണും. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് കാർഡ് പറയുന്നത്. അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ശീലമാക്കുക, ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക, പിങ്ക് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്താ പറയുക, നമ്മളുടെ ഒരു ഹൃദയ ചക്രത്തിനെ ഉണർത്താൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് 10 ഓഫ് കപ്സ് ആണ്. ഉറപ്പായിട്ട് കാണും, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരിക്കും എന്നാണ് കാർഡുകൾ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്കാണെങ്കിൽ 9 ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത്. വിഷ് കാർഡാണ്. ഓക്കെ, ഒരു ആഗ്രഹം എന്താണോ അത് സഫലീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി സംഭവിക്കാൻ പോകുന്നൊരു സമയമാണ് എന്ന് പറയില്ലേ. ആ ഒരു വ്യക്തിയെ കാണണമെന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം അത് പ്രപഞ്ചം കേട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രതികൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാകും എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്താ പറയുക, ലഹരിയിലോ അമിതമായിട്ടുള്ള ആഘോഷങ്ങളിലോ മുഴുകുന്നത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. കാണുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. വിചാരിക്കാത്ത നേരത്തെ ആ വ്യക്തി നിങ്ങളെ തേടി വരാം എന്ന് പറയുന്നു. അതിനൊരു റെമഡി ആയിട്ട് പറയുന്നത് വിഷ്വലൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്നതും സന്തോഷമായിരിക്കുന്നതൊക്കെ സങ്കല്പിക്കുക. വ്യാഴാഴ്ചകളിലും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൈവശം വയ്ക്കുന്നത് ഭാഗ്യം
വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത കാർഡിൻ്റെ ആ എനർജി ഈ റീഡിങ് നിങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ താഴെ എന്താ പറയുക റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനെ വിട്ട് കളഞ്ഞേക്കുക. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ ടാരറ്റിൽ അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് റെസനേറ്റ് ആവുന്നത് അവരുടെ അടുത്ത് പോയിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട്, നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. പിന്നെ ഇതേപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ, ടെമ്പിൾ സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. പലതരം കാര്യങ്ങൾക്കായിട്ടുള്ളത്, വണ്ണം കൂട്ടാനുള്ളത്, വണ്ണം കുറയ്ക്കാനുള്ളത്, ബ്ലാക്ക് മാജിക് ഇല്ലാതെയാക്കാൻ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്, കോൺഫിഡൻസ് കൂടാൻ, അതേപോലെ തന്നെ പണം ആകർഷിക്കാൻ, പ്രണയം ആകർഷിക്കാൻ, സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ, അങ്ങനെ പല രീതിയിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ധരിച്ചിട്ട് കാര്യമുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാൻ.